ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ച വാർത്തയെ വളരെ പ്രതീക്ഷയോടെയാണ് ലോകം സ്വാഗതം ചെയ്തത്. ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന പരിണിത ഫലങ്ങൾ ഒഴിവായതിലുള്ള ആശ്വാസം കൂടിയായിരുന്നു ഇതിനു പിന്നിൽ. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതിനെ വളരെ നിരാശയോടെ കണ്ട ചിലരുമുണ്ട്. യുദ്ധവെറി പൂണ്ട ചില മനുഷ്യർ. അവർ വെടിനിർത്തൽ തീരുമാനം ഇന്ത്യ സർക്കാരിന് വേണ്ടി ജനങ്ങളെ അറിയിച്ച വിക്രം മിശ്രയെയും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട ഹിമാൻഷിയും ഉൾപ്പെടെ വിടാതെ ആക്രമിക്കുകയാണിപ്പോൾ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കും മകൾക്കും നേരെ വ്യാപക സൈബർ ആക്രമണമാണ് സംഘപരിവാർ പ്രൊഫൈലുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. രാജ്യദ്രോഹിയെന്നും വഞ്ചകനെന്നും വിളിച്ചുള്ള അധിക്ഷേപത്തിന് പുറമെ കുടുംബത്തിന് നേരെയും സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് ആക്രമണമുണ്ടായി. അദ്ദേഹത്തിന്റെ മകളുടെ പൗരത്വവും ദേശീയതയും ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കമന്റുകളും പോസ്റ്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പരന്നത്. ഒടുവിൽ അധിക്ഷേപം രൂക്ഷമായതോടെ വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ സ്വകാര്യമാക്കുകയും ചെയ്തു. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ തിരിച്ചടിക്ക് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളുടെ ഭാര്യ ഹിമാൻഷിയെയും സംഘപരിവാർ സൈബർ ക്രിമിനലുകൾ വെറുതെ വിട്ടില്ല. പഹൽഗാമിന്റെ പേരിൽ കശ്മീരികളെയും മുസ്ലിങ്ങളെയും വേട്ടയാടരുതെന്നും സമാധാനം മാത്രമാണ് നമുക്ക് വേണ്ടതെന്നും പറഞ്ഞ ഹിമാൻഷിയെ അതിക്രൂരമായാണ് സൈബർ ലോകം പിന്തുടർന്നത്. ഭീകരാക്രമണത്തിന് പിന്നാലെ പടർന്ന വിദ്വേഷ പ്രചാരണത്തിന്റെ മുനിയൊടിക്കുന്ന ഹിമാൻഷിയുടെ ഈ വാക്കുകളാണ് വിദ്വേഷ പ്രചാരകരെ പ്രകോപിപ്പിച്ചത്. ഭർത്താവിന്റെ പെൻഷന് പോലും ഹിമാൻഷി അർഹയല്ല എന്ന രീതിയിലായിരുന്നു സൈബർ ആക്രമണം. സമാധാനമല്ല, തെരുവിൽ ചോര പടർത്തുന്ന യുദ്ധവും മുസ്ലിം വിരുദ്ധതയും മാത്രമാണ് സംഘപരിവാർ രാജ്യത്ത് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് കൂടിയാണ് ഈ സൈബർ ആക്രമണങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ആ ലക്ഷ്യം മാത്രമുള്ളത് കൊണ്ടാണ് ഭീകരാക്രമണത്തിൽ ഭർത്താവിന് നഷ്ടമായ ഹിമാൻഷിയെ പോലും അവർ വെറുതെ വിടാത്തത്.